Hello students, next topic is sizing of power electronics. So ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് പവർ ഇലക്ട്രോണിക്സ് എങ്ങനെയാണ് സൈസ് ചെയ്യുന്നതെന്നാണ്. സോ അവിടെ നമുക്കറിയാം പവർ കൺവേർട്ടേഴ്സിൽ സ്വിച്ചസ് യൂസ് ചെയ്യും. സോ ഏതാണ് ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്വിച്ച് ഇവിടെ ഇലക്ട്രിക് വെഹിക്കിളിൽ യൂസ് ചെയ്യാൻ, അതാണ് ഈ ഒരു സെഷനിൽ പഠിക്കുന്നത്. അതുകൂടാതെ പവർ ഇലക്ട്രോണിക്സ് യൂസ് ചെയ്യുമ്പം അത് ഇലക്ട്രിക് വെഹിക്കിളുമായിട്ട് മാച്ച് ചെയ്യണം. സോ അങ്ങനെയുള്ള പവർ കൺവേർട്ടേഴ്സ് വേണം വെഹിക്കിളിൽ യൂസ് ചെയ്യാൻ. സോ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഹൈബ്രിഡ് പ്രൊപ്പൽഷൻ AC ഡ്രൈവ് സിസ്റ്റത്തിൻ്റെ സ്കിമാറ്റിക് ഡയഗ്രമാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺ-ബോർഡ് എനർജി സ്റ്റോറേജ്, പവർ പ്രോസസ്സിംഗ് according to control algorithms and traction actuation via the motor generator and vehicle driveline. So power converter, അതായത് അവിടെ ഒരു എനർജി സ്റ്റോറേജ് ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ എനർജി സ്റ്റോറേജ് ഡിവൈസിൽ നിന്ന് പവർ സപ്ലൈ ചെയ്യുന്നത്, അതായത് കൺട്രോൾ ഇലക്ട്രോണിക്സ് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതനുസരിച്ച് ആ എനർജി സ്റ്റോറേജിൽ നിന്ന് എനർജി പവർ ഇലക്ട്രോണിക്സിൽ സപ്ലൈ ചെയ്യുന്നു. പവർ ഇലക്ട്രോണിക്സ് ആണ് മോട്ടറിലോട്ട് ഈ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്, അതായത് വോൾട്ടേജിനെയും കറണ്ടിനെയും മോട്ടറിന് സപ്ലൈ ചെയ്യുന്നത് പവർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ പവർ കൺവേർട്ടേഴ്സാണ്. ഈ മോട്ടറിന് കിട്ടിയ വോൾട്ടേജിനെയും കറണ്ടിനെയും കൺവേർട്ട് ചെയ്ത് വെഹിക്കിളിന് അല്ലെങ്കിൽ വീലിന് റിക്വയർഡ് ആയിട്ടുള്ള ടോർക്ക്, സ്പീഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് മോട്ടറാണ്. സോ ഇതാണ് ഇവിടെ നടക്കുന്നത്. സോ ഇവിടെ കാണിച്ചിട്ടുണ്ട് പവർ ഇലക്ട്രോണിക്സിൽ V ആൻഡ് I മോട്ടറിലോട്ട് ഇൻപുട്ട് ചെയ്യുന്നു. അത് മോട്ടർ ടോർക്കും സ്പീഡും സപ്ലൈ ചെയ്യുന്നു. സോ അതാണ് ഇവിടെ നടക്കുന്നത്. സോ ഇവിടെ നമ്മൾ DC സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത് ഫ്യൂവൽ സെൽ, ബാറ്ററി, അൾട്രാ കപ്പാസിറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യും. സോ അവിടെ നിന്ന് വരുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആയിരിക്കും. സോ ഈ പവർ കൺവേർട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് അതിനെ വേരിയബിൾ വോൾട്ടേജ്, വേരിയബിൾ ഫ്രീക്വൻസി AC പവറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ അതാണ് V ഫേസ് ആൻഡ് I ഫേസ്. സോ മോട്ടറിന് സപ്ലൈ ചെയ്യുന്നത് V ഫേസ് ആൻഡ് I ഫേസ്, വേരിയബിൾ വോൾട്ടേജ്, വേരിയബിൾ ഫ്രീക്വൻസിയിലുള്ള വോൾട്ടേജ്, കറണ്ടൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഈ മോട്ടർ ഇലക്ട്രിക് പവറിനെ മെക്കാനിക്കൽ പവറായിട്ട് കൺവേർട്ട് ചെയ്യും in the form of torque and speed at the transmission input shaft T and omega. So power electronics is an electrical matching element in much the same manner that a gearbox processes mechanical power to match the engine to the road load requirements. So gearbox യൂസ് ചെയ്യുന്നത് എന്തിനാണ്? റോഡ് ലോഡ് റിക്വയർമെൻറ്റ്സ്, വെഹിക്കിൾ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് മെക്കാനിക്കൽ പവറിനെ മാച്ച് ചെയ്യുന്നത് ഗിയർ ബോക്സ് ബേസ് ചെയ്തിട്ടാണ്. അതായത് വെഹിക്കിൾ ലോഡ് എന്താണോ, സ്പീഡ് ഇൻക്രീസ് ചെയ്യണമെങ്കിലോ ഡിക്രീസ് ചെയ്യണമെങ്കിലോ ഒരു ഗിയർ ബോക്സ് യൂസ് ചെയ്തിട്ടാണ് മെക്കാനിക്കൽ ആ ഒരു റിക്വയർഡ് ആയിട്ടുള്ള സ്പീഡ് അച്ചീവ് ചെയ്യുന്നത്. സോ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ മാച്ചിങ് എലമെൻ്റ് ആണ്. ദാറ്റ് ഈസ് the power inverter matches the DC source to the mechanical system with regards of torque or speed level, and these quantities are within its capability. So required ആയിട്ടുള്ള ടോർക്ക് അല്ലെങ്കിൽ സ്പീഡ് ലെവൽ എന്താണോ അതനുസരിച്ചാണ് പവർ കൺവേർട്ടർ ഈ മോട്ടറിന് വോൾട്ടേജും കറണ്ടും സപ്ലൈ ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് പവർ ഇലക്ട്രോണിക്സ് ഈസ് ആൻ ഇലക്ട്രിക്കൽ മാച്ചിങ് എലമെൻറ്റ്. The power processing capability of power inverters is directly related to the DC input voltage available. Higher voltage means more throughput power for the same gauge wiring. So ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഗ്രാഫിക് കാണിച്ചിരിക്കുന്നത് കപ്പാസിറ്റി കിലോവാട്ട് വേഴ്സസ് സിസ്റ്റം വോൾട്ടേജ് ആണ്. സോ ഡിഫറെൻറ്റ് വെഹിക്കിൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. കൺവെൻഷണൽ വെഹിക്കിൾ, അതിൻ്റെ പവർ റേറ്റിംഗ് 3.5 kW വരുന്നുള്ളൂ. അതിന് വോൾട്ടേജ് വരുന്നത് 14 വോൾട്ടാണ് വോൾട്ടേജ് വരുന്നത്. ഇനി അടുത്തത് ലോ പവർ ഹൈബ്രിഡ് ആണ്. ദെൻ ലോ പവർ ഹൈബ്രിഡ്, സോ ഹൈബ്രിഡ് ആയപ്പോൾ തന്നെ ഒരു 10 kW പവർ കിട്ടുന്നുണ്ട്, 42 വോൾട്ടേജ്
42 വോൾട്ട് വരുന്നുണ്ട്. ഇനി മൈൽഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ലോ പവർ മോട്ടറാണ് അവിടെ യൂസ് ചെയ്യുന്നത്. മോട്ടർ യൂസ് ചെയ്ത് മാത്രം വെഹിക്കിളിന് ഡ്രൈവ് ചെയ്യാൻ സാധിക്കത്തില്ല. അതാണ് മൈൽഡ് ഹൈബ്രിഡ്. സോ മൈൽഡ് ഹൈബ്രിഡ് വന്നപ്പോൾ ഒരു വോൾട്ടേജ് ഇൻക്രീസ് ഉണ്ടായി. 150 വോൾട്ട് വന്നു. പവർ 40 kW വരുന്നുണ്ട്. ഫുൾ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ അവിടെ പവർഫുൾ ആയിട്ടുള്ള ലാർജ് ഇലക്ട്രിക് മോട്ടോഴ്സ് ആണ് കണക്ട് ചെയ്യുന്നത്. സോ അവിടെ ഇലക്ട്രിക് മോട്ടോഴ്സ് മാത്രം യൂസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ ട്രാവൽ ചെയ്യാൻ സാധിക്കും. സോ ഫുൾ ഹൈബ്രിഡ് വന്നപ്പോൾ 330 വോൾട്ട് 80 kW. സോ കൺവെൻഷനിൽ നിന്ന് ഇത്രയും ഹൈബ്രിഡ് ആകുമ്പം ഉള്ള വോൾട്ടേജ് ആൻഡ് പവർ ഡിഫറൻസ് വളരെ കൂടുതലാണ്. സോ അതായത് ഫുൾ ഹൈബ്രിഡ് വന്നപ്പം ഫ്രം 3.5 to 80 kW തന്നെ അത്രയും പവർ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇനി അതുകൂടാതെ തന്നെ വോൾട്ടേജ് 330 വോൾട്ട് വരെ ആണ് അവിടെ വരുന്നത്. സോ ഇവിടെ ഈ പവർ ഇലക്ട്രോണിക് സ്വിച്ചസ് യൂസ് ചെയ്തിട്ടാണ് ഈ വോൾട്ടേജിനെ 300 വോൾട്ട് വരെയൊക്കെ വരുന്നത്. ഈ പവർ ഇലക്ട്രോണിക് കൺവേർട്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. സോ കൺവെൻഷനിൽ ജസ്റ്റ് 14 വോൾട്ടൊക്കെ വരുന്നുള്ളൂ. പവർ ഇലക്ട്രോണിക് കൺവേർട്ടേഴ്സ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിൽ യൂസ് ചെയ്യും. സോ ആ കൺവേർട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് വോൾട്ടേജ് വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ കാണിച്ചിരിക്കുന്നത് വോൾട്ടേജ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് ഈ ഗ്രാഫിൽ നമ്മൾ കണ്ടു. സോ അത്രയും വോൾട്ടേജ് ഒക്കെ വരുമ്പം കറണ്ടും അതനുസരിച്ച് കൂടും. സോ ആ കറണ്ട് കൂടുന്നതനുസരിച്ച് അവിടെ യൂസ് ചെയ്യുന്ന ആ കണ്ടക്ടേഴ്സിൻ്റെ വയർ ഗേജ് ഇൻക്രീസ് ചെയ്യണം. അത്രയും കറണ്ട് കപ്പാസിറ്റി കിട്ടാൻ വേണ്ടി ആ വയർ ഗേജും ഇൻക്രീസ് ചെയ്യണം. സോ ഇവിടെ ഡിഫറെൻറ്റ് വെഹിക്കിൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. ടൊയോട്ട ഹൈബ്രിഡ് സിസ്റ്റം, ഹോണ്ട ഇൻ്റഗ്രേറ്റഡ് മോട്ടോർ അസിസ്റ്റ്, എസ്കേപ്പ് എസ്റ്റിമേറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ്. ദെൻ ജനറൽ മോട്ടോർ, PHD, അങ്ങനെ ഡിഫറെൻറ്റ് ഹൈബ്രിഡ് വെഹിക്കിൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഈ ഡിഫറെൻറ്റ് ഹൈബ്രിഡ് വെഹിക്കിളിൽ കറണ്ട് കൂടുന്നതനുസരിച്ച്, സോ ഇവിടെ 200 ആംപിയർ കറണ്ട് കൂടുന്നതനുസരിച്ച് 9.27 mm, അതായത് വയർ ഗേജ്, അത്രയും വയർ ഗേജ് വേണം. ദെൻ 100 ആംപിയറിലാണ് ആ ഒരു ട്രെൻഡ് ലൈനിലാണ് THS വരുന്നത്. ടൊയോട്ട ഹൈബ്രിഡ് സിസ്റ്റം, ദെൻ ഹോണ്ട IMA, ആ വെഹിക്കിൾസ് ഒക്കെ 100 ആംപിയർ ട്രെൻഡ് ലൈനിലാണ് വരുന്നത്. സോ അവിടെ യൂസ് ചെയ്യേണ്ട വയർ ഗേജ് 5.2 mm ആണ്. സോ ഈ കറണ്ട് വാല്യൂ കൂടുന്നതനുസരിച്ച് അവിടെ യൂസ് ചെയ്യുന്ന ആ വയർ സൈസിങ്ങും കൂട്ടേണ്ടതാണ്. വയർ ഗേജും അതായത് ഇൻക്രീസ് ചെയ്യണം. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഏത് സ്വിച്ചാണ് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇലക്ട്രിക് വെഹിക്കിളിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ പവർ ഇലക്ട്രോണിക് switching components are classified into 2 layer, 3 layer or 4 layer. We know that 2 layer are semiconductor diodes, അതായത് 2 ലെയർ ഉള്ളൂ, P type and N type. 3 layer devices ആണ് transistors. So transistors are of different type, BJT, bijunction transistor, MOSFET, then JFET, different types ഉണ്ട്. 4 layer devices ആണ് thyristors വരുന്നതാണ് SCR, then gate turn off thyristors, GTO ഒക്കെ വരുന്നത് 4 ലെയർ ആണ്. അതായത് PN അങ്ങനെ 4 ലെയേഴ്സ് വരുന്നുണ്ട് അവിടെ. സോ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഡിഫറെൻറ്റ് സ്വിച്ചസ് ആണ്. അതിൻ്റെ പവർ കേപ്പബിലിറ്റി വേഴ്സസ് ഫ്രീക്വൻസി കർവാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഡിഫറെൻറ്റ് സ്വിച്ചസ് കമ്പയർ ചെയ്യുമ്പം GTO കമ്പയർ ചെയ്യുമ്പോൾ അതിനാണ് പവർ കേപ്പബിലിറ്റി ഏറ്റവും കൂടുതൽ GTOയ്ക്കാണ്. ഓക്കെ, അതായത് ഇറ്റ് ഈസ് എ തൈറിസ്റ്റർ. സോ പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസി വരുന്നത് ലോ വാല്യൂ ആണ്. ഫ്രീക്വൻസി കാണിച്ചിരിക്കുന്നത് എക്സ് ആക്സിസിൽ ഇൻ കിലോ ഹെർട്സ് ആണ്. ഇനി ഈ ഗ്രാഫ് കമ്പയർ ചെയ്യുമ്പോൾ IGBT അല്ലെങ്കിൽ CST-BT എന്ന് പറഞ്ഞാൽ അത് ന്യൂ ജനറേഷൻ IGBTs ആണ്. സോ ആ ഒരു സ്വിച്ചസിന് ആണ് ഹയർ വോൾട്ടേജ്, ഹയർ കറണ്ട്, ഹയർ ഫ്രീക്വൻസി വരുന്നത്. സോ പവർ കേപ്പബിലിറ്റി GTO ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെങ്കിലും വോൾട്ടേജും കറണ്ടും ഫ്രീക്വൻസിയും ഒക്കെ ഒരു ഹയർ വാല്യൂ വരുന്നുണ്ട്. സോ IGBTs ആണ് ഇലക്ട്രിക് വെഹിക്കിളിൽ പവർ കൺവേർട്ടേഴ്സിൽ യൂസ് ചെയ്യാൻ ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്വിച്ചസ് എന്ന് പറയുന്നത് IGBTs ആണ്. സോ ഇവിടെ ഫ്രീക്വൻസി ഒരു ഹൈ വാല്യൂ ആണ് IGBTക്ക്. അതായത് കമ്പയർ ചെയ്യുമ്പം
ഇവിടെ ഈ പവർ ഇലക്ട്രോണിക്, അതായത് പവർ സെമി കണ്ടക്ടർ ഡിവൈസസിൻ്റെ വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡിങ് കേപ്പബിലിറ്റി 2 kV to 6.5 kVയും 3 കിലോ ആംപിയർ ടു 4.5 കിലോ ആംപിയറുമാണ്. സോ ജി ടിയുടെ കേപ്പബിലിറ്റി വരുന്നത് 3 കിലോ ആംപിയറും 4.5 kV ആണ്. അതിൻ്റെ ഫ്രീക്വൻസി പക്ഷേ കുറവാണ്, 700 ഹെർട്സേ ഉള്ളൂ. പക്ഷേ IGBTs കമ്പയർ ചെയ്യുമ്പോൾ അതിനൊരു വോൾട്ടേജ് ആൻഡ് കറണ്ട് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി കൂടുതലാണ് ജി ടിയുടെക്കാളും. 6.5 kVയും 3.5 കിലോ ആംപിയറും വരുന്നുണ്ട്. സ്വിച്ചിങ് ഫ്രീക്വൻസി അപ് ടു 100 കിലോ ഹെർട്സ് വരുന്നുണ്ട്. So we know that frequency is inversely proportional to time period. So switching frequency is inversely proportional to switching time. So frequency കൂടുതലാവുമ്പോൾ സ്വിച്ചിങ് ടൈം കുറവ് മതി. സോ ഇവിടെ എന്താണോ ഇവിടെ ടോർക്ക് ആൻഡ് ഒമേഗ റിക്വയർമെൻറ്റ് എന്താണോ അതനുസരിച്ച് വേണം ഇവിടെ വോൾട്ടേജ് ആൻഡ് കറണ്ട് കൊടുക്കാൻ. സോ ഇവിടെ പെട്ടെന്നുള്ള റിക്വയർമെൻറ്റ് വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് ഈ പവർ കൺവേർട്ടേഴ്സ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഒരു ഫാസ്റ്റർ റേറ്റിൽ മോട്ടറിന് സപ്ലൈ ചെയ്യേണ്ടി വരും. സോ ഇവിടെ ആ ഒരു സ്വിച്ചിങ് റേറ്റ്, അതായത് സ്വിച്ചിങ് ടൈം കുറഞ്ഞാൽ മാത്രമേ പെട്ടെന്ന് തന്നെ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഈ മോട്ടറിന് സപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ലോഡ് റിക്വയർമെൻറ്റ് എന്താണോ അത് പെട്ടെന്ന് തന്നെ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫ്രീക്വൻസി കൂടുതലുള്ള സ്വിച്ച് വേണം ഇവിടെ യൂസ് ചെയ്യാൻ. സോ ഈ ഗ്രാഫ് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രീക്വൻസി കൂടുതലുള്ള സ്വിച്ചായിട്ട് വരുന്നത് IGBT ആണ്. അതിൻ്റെ വാല്യൂ ആണ് 100 കിലോ ഹെർട്സ്. സോ IGBT ആണ് ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. സോ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡിവൈസ് ടെർമിനോളജിയാണ്. ഡിഫറെൻറ്റ് പവർ ഇലക്ട്രോണിക് സ്വിച്ചസ്, അതിൻ്റെ സിംബൽ, പിന്നെ അക്രോണിം, അത്രയാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ അത്രയാണ് സൈസിങ് ഓഫ് പവർ ഇലക്ട്രോണിക്സിൽ വരുന്നത്. താങ്ക് യു.